എന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ച ഒരു ബിസിനസ് ആയിരുന്നു ഫുഡ് ഡെലിവറി ബിസിനസ്. ഒരേ സമയം സിമ്പിൾ ആൻഡ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണിത്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഒരു ദിവസം ബൈറ്റ്സ് എന്ന ഫുഡ് ഡെലിവറി ബിസിനസ് ചെയ്യുന്ന ടീമിനൊപ്പം നിന്ന് ഈ ബിസിനസിനെ പറ്റി പഠിക്കാൻ പാലക്കാട്ടെ ആലത്തൂർ എത്തിയതാണ് ഞാനും ജൻഷാദും. ഒരു ഓഫീസ് പോലും ഇല്ലാതെ ഒരു റെസ്റ്റോറന്റിന്റെ മൂലയിലിരുന്ന് ഈ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന ഷാഹിദിനെയുമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഇതായിരുന്നു എന്റെ പ്രതീക്ഷ തെറ്റിച്ച ആദ്യത്തെ സംഭവം. കാരണം ഈ ബിസിനസ് ചെയ്യാനായിട്ട് ഒരു ഓഫീസിന്റെ ആവശ്യമില്ല. വെറും 4 മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രം മതി. ഒരെണ്ണം കസ്റ്റമേഴ്സിന്, ഒരെണ്ണം റെസ്റ്റോറന്റ്സിന്, ഒരെണ്ണം ഡെലിവറി ബോയ്സിന്, പിന്നെ ഒരെണ്ണം ഇത് മൂന്നും കൺട്രോൾ ചെയ്യുന്ന അഡ്മിന്. സോ അങ്ങനെയുള്ളപ്പോൾ അനാവശ്യമായിട്ട് ഒരു ഓഫീസിന് പണം സ്പെൻഡ് ചെയ്ത് എക്സ്പെൻസ് കൂട്ടേണ്ട കാര്യമില്ലെന്നാണ് ഷാഹിദ് ഞങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബൈറ്റ്സിന് അവരുടെ ഓപ്പറേഷൻ കോസ്റ്റ് ഒരുപാട് അധികം കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ ബിസിനസ് എങ്ങനെയാണ് ബാക്ക് എൻഡിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയി തന്നെ ഷാഹിദ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിനുശേഷമാണ് എന്റെ പ്രതീക്ഷ തെറ്റിച്ച് രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. ഫുഡ് ഡെലിവറി പ്രോസസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഡെലിവറി ടീമിന്റെ കൂടെ പോയിരുന്നു. ഇതിപ്പോ എന്താ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് പഠിച്ചിട്ട് കസ്റ്റമറിന്റെ കൈ കൊണ്ടു കൊടുക്കണം, ബൈക്കിലല്ലേ പോകുന്നത്, നടന്നിട്ടൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ എടുത്തങ്ങ് മാറ്റിയത്. 8-10 മണിക്കൂർ നേരം വെയിൽ കൊണ്ട് ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ സ്വന്തം വിശപ്പകറ്റാനും നമ്മുടെ വിശപ്പകറ്റാനും കൂടെ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ് ഓരോ ഡെലിവറി ചേട്ടന്മാരും. മാപ്പിനകത്ത് കാണിക്കുന്ന ലൊക്കേഷൻ ഒന്നും പലപ്പോഴും കറക്റ്റ് ആവണമെന്ന് പോലും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ കസ്റ്റമറിനെ പലതവണ നേരിട്ട് വിളിച്ചും ഒരുപാട് അളഞ്ഞിട്ടും ഒക്കെയാണ് അവർ ഓരോ ഡെലിവറിയും കംപ്ലീറ്റ് ചെയ്യുന്നത്. പലപ്പോഴും കസ്റ്റമർക്ക് സമയത്ത് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഭക്ഷണം പോലും കഴിക്കാതെ ജോലി ചെയ്യാറുണ്ട് എന്നുള്ളത് ഒരു ഡെലിവറി ചേട്ടന്റെ അടുത്തുനിന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു ഇത്തിരി ലേറ്റ് ആയതിന്റെ പേരിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ഫുഡ് ഡെലിവറി ചെയ്യുന്ന ചേട്ടന്മാരൊന്നും ദയവേദി ചീത്ത വിളിക്കരുത്. കാരണം അവർ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്.